എന്തെങ്കിലും കളയാതെ സൂക്ഷിക്കണടാ ക്ലീറ്റസേ. മണ്ടന്മാരെ കണ്ടില്ല. പാപ്പനും പോയി ട്രെയിനും പോയി. അയ്യോ, പാപ്പനും പോയി ട്രെയിനും പോയി. എടാ പോടാ. കർത്താവ് എല്ലാരും പോയാ, ആരെയും കാണുന്നില്ല. പൂച്ചക്കുഞ്ഞിനെ പോലും കാണുന്നില്ല. സൈത്താനോട് നമ്മ എന്ത് പറയും? എടാ സോമ, ആരും പോയിട്ടില്ലടാ. ദേ എല്ലാരും കറക്റ്റ്. പെട്ടെന്ന് വാ, സ്റ്റാൻഡേർഡ് വിടല്ലേ. ചത്താലും വിടൂല. കമ്മട്ടം കൊണ്ടുള്ള നിപ്പ് കണ്ടില്ലേ? അതെ അതെ, ഭീമാപ്പള്ളി പോലെ ഇരിക്കണേ. നമസ്കാരം. അതെ, പോലീസുകാർ അവിടെ നിന്നോണ്ടാ ഞങ്ങൾ രണ്ടുപേരും കൂടെ മുങ്ങിയത്. तुम लोग कौन है? अब और क्लीटस कहाँ है? നമനെ. अबे वो शैतान के बच्चे लोग किधर है? ഏ ബായി, ഞങ്ങള് സൈത്താന്റെ ബെച്ചകൾ തന്നെയാണ്. ഈ ഫിഗർ കണ്ടറിയാം. ഇത് പെട്ടി ഹേ. सुनो सुनो, उसमें एक बात है. सुबह गौमूत्रों का साथ मिला के पीने का, ठीक है? നീ ഗോമൂത്രം കുടിക്കേണ്ടി വരുമെന്നാ പറയണത്. ഞാൻ കുടിക്കത്തില്ല. മൂത്രം ഞാൻ കുടിച്ചോളാം. നീ പെട്ടി വാങ്ങിക്കണ്ട. ഗോമൂത്രമൊക്കെ നിങ്ങൾ നോർത്ത് ഇന്ത്യക്കാർ കുടിച്ചാൽ മതി. क्या बोल रहा है? क्या बोलती तू? अबे ये लोग कौन है? अबू और क्लीटस क्यों नहीं आया? उसका कोई दूसरा काम होगा, लेकिन वो सही बराबर आदमी भेज दिया. लेकिन आपको क्या चाहिए भाई? पैसा? पैसा उसमें है ना. इतना बड़ा बैग में 15,000 रुपया? हाँ, इसमें केरला चिप्स होगा भाई. എടാ സോമോയ്, ഈ കമ്മട്ടം എന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതിയത് 10 ലിറ്റർ ചാരായം കൊള്ളാം വലിയ എന്തൊക്കെ അന്നാസ് പോലെ ഇരിക്കുന്ന. ഇതിപ്പോ കൊള്ളാം. ഇത് കമ്മട്ടൊന്നും അല്ലടാ, ഇത് നോട്ടടിക്കുന്ന ഡിസൈനാ. കമ്മട്ടൊന്നൊക്കെ നാട്ടുകാർ വെറുതെ പറയും. എന്ത് പറ്റിയടാ? ഇടക്കിടക്ക് ഇതിന്റെ ഒരു മിസ്സിങ്. വണ്ടിയുടെ ഡീസൽ ഒടിഞ്ഞിട്ടുണ്ടാവട്ടാ. നോക്ക്, ഞാൻ ഓടിച്ചപ്പോ കുഴപ്പമൊന്നും ഉണ്ടായില്ല. തോക്ക് ഇത് ഞാൻ തരൂല. ഇത് സാത്താൻ സാറിന്റെ. ഏതോ മുന്തി ടീമാ. സാധനം കൊടുത്തേക്കടാ. വേണോ? വെടികൊണ്ട് വിളിച്ചാവും. വെറുതെ വെടികൊണ്ട് ചാവണ്ട അല്ലേ? It's so simple, boys. Give me that. ഞങ്ങള് കഷ്ടപ്പെട്ട് വാങ്ങിച്ച കത്തിയാണ് സാറേ. പെട്ടിതാടാ കറുത്ത കരടി. ഞാൻ കൊടുക്കൂല. ചെയ്യുന്ന തൊഴിലോട് ടൂറ് വേണോടാ. എന്താ ഇത്? ഭൂമി കൊടുക്കൂ. അയ്യോ, ഇതെന്താ ഇങ്ങനെ? ഒരു പിടിച്ചില്ലേ കേട്ടെ? അതെല്ലോടാ, നമുക്ക് ഈ ഏരിയ വിട്ടേ പോയേക്കാം. പെട്ടെന്ന് വേഗം വിട്, വേഗം വിട്. വിടുവാ. വേഗം വിട്. അയ്യോ എന്റെ പെട്ടി. ഓടെ പെട്ടി, ഇത് ഞങ്ങളുടെ പെട്ടിയുടെ പെട്ടി. നീ തോക്ക് ചൂണ്ടിട്ട് എന്റെ മസൽ വെട്ടി കയറി നിന്റെ ഭാഗ്യം. കാട്ടിക്കൊന്ന് ചെയ്യുന്ന ലോറിനെ പുറത്ത പട്ടി. പോയിക്കോടാ. ഞാൻ അപ്പോഴേ പറഞ്ഞ 4 പേരും കണ്ണട വെക്കണ്ടെന്ന്. ഒരു രണ്ടിക്കും കണ്ണു കാണാൻ പറ്റില്ല. മോലാളി സക്സസ്. അല്ല സേവർ സാറേ, വരുന്ന വഴിക്ക് തോക്കൊക്കെ ചൂണ്ടി നമ്മുടെ ഈ കമ്മട്ട അടിച്ചോണ്ട് പോകാൻ വന്നവരാരാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എനിമീസ് ആർ എവരിവെയർ. ഓഹോ, അവരായിരുന്നു മണ്ടന്മാർ. വല്ല പാണ്ടിലോറിയിലും കയറി കോയമ്പത്തൂർ വല്ല എത്തിക്കാണും. നമുക്ക് നമ്മുടെ കമ്മട്ടം കിട്ടിയല്ലോ. അതെ അതെ. ഇതെന്താ സോമ, നിന്റെ അപ്പന്റെ അങ്ങാടി വരുന്ന എവിടെയോ? ശരിക്കും നോക്ക് സാറേ, ആ കുപ്പിക്കകത്തെങ്ങാനും കാണും. കർത്താവേ, ഇതായിരിക്കണേ കമ്മട്ടം. ദിൻമേൻ 3 ബാർ 7. ദിവസവും 3 നേരം ഇത് പുരട്ടി കുളിക്കുക. വേദനയ്ക്ക് ശമനം ഉണ്ടാവും. എന്തോന്നാടാ ഇത്? ഇതാണോ മരുന്ന്? ഇതെന്തോന്നു? ഷാജേട്ടാ, കൊണ്ടുപോടാ അത്. ഷാജേട്ടാ, ദേ നോക്കി. ഒന്ന് നോക്കട്ടെ, അങ്ങ് തേച്ചോ. അല്ല ഷാജേട്ടാ, ഇത് നോക്കി. ഇതായിരുന്നു നേരെ തൊണ്ടായിരുന്നു. എടാ, ഇതെല്ലാം കൂടി അരച്ചിട്ടേ നടുവിന് പറ്റാന്നു. അല്ല ഷാജേട്ടാ, ഇതേതോ പുരാവസ്ഥ തോന്നുന്നു. ഇതേ നോക്കി, ഏതോ മഹാരാജാവിന്റെ പടമൊക്കെ ഉണ്ട്. അതല്ലടാ, ഇതുണ്ടാക്കിയ വൈദ്യന്റെ പടമെന്നാ തോന്നുന്നു. പാപ്പ അതിനകത്ത് 500 എന്നൊക്കെ എഴുതേക്കണു. മിക്കവാറും 500 വർഷം പഴക്കമുള്ളായിരിക്കും.
ആ ഇനി വൈദ്യശാലയുടെ നമ്പർ ആയിരിക്കും. വിളിച്ചു നോക്കിയാലോ? നീയൊക്കെ എന്ത് മണ്ടന്മാരാ? ഇത് കൊറേ പീസില്ലേ? ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് പാപ്പന്റെ നടുവിൽ വെച്ചിട്ട് വെൽഡ് ചെയ്യാനുള്ള എന്നാ എന്നെ നെഞ്ചത്ത് വെച്ച് വെൽഡ് ചെയ്യടാ. ഷാജിട്ടാ ആ ഫക്രൂനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. കിട്ടുകയല്ല. എല്ലാം കൂടി ആ റേച്ചിൽ വെച്ചിട്ട് 15,000 രൂപ തുളച്ചപ്പോ മതിയായല്ലോ. ആറികള് പാപ്പ ആ കോപ്പ ഷാജിട്ടാ ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും ഷാജിട്ടാ? വല്ല ആക്രിക്കാർക്ക് എടുത്തു കൊടുക്കാം. എന്നാ പിന്നെ ഇരുമ്പിന് തന്നെ കൊടുക്കാം. ഇങ്ങേരെ നടുവേന കാരണം മനുഷ്യന് തലവേനയായിരുന്നു. ഒന്ന് വേഗം സേവ്യർ സാറേ, ദേ എനിക്ക് ഉറപ്പാ ആ പടം വലിക്കാരി തെണ്ടികളുടെ സാധനം കിട്ടി കാണും. അവന്മാരല്ലാതെ ആരും ആ സ്റ്റേഷനിലുണ്ടായിരുന്നില്ല. അല്ലടാ? ആണോ? ആണോന്നോ? എടാ ആമ്പാനോടെ കാണും. അവന്മാര് വീട്ടിൽ കാണും, അല്ലാണ്ട് അവിടെ പോനാ. നമുക്ക് വീട്ടിൽ ചെന്ന് ആ പാപ്പന്റെ തള്ളേനെ തട്ടിക്കൊണ്ടുവന്നാലാ? നല്ല ഐഡിയ. എന്താ പറഞ്ഞത്? തള്ളേനെ തട്ടിക്കൊണ്ടുവരാന്ന്. എന്നിട്ട് വേണം ആ തള്ള എന്റെ തലയിലാവാൻ. സേവ്യർ സാറേ, ഇതാ വരുന്നേ പാപ്പന്റെ ചേട്ടന്റെ മോളാ. നമുക്ക് തള്ളയെ മാറ്റിട്ട് അവളെ അങ്ങ് പൊക്കിയാലോ? അത് കറക്റ്റാ സേവ്യർ സാറേ. പെൺപിള്ളേരെ തട്ടിക്കൊണ്ടുവന്നു കഴിഞ്ഞാലേ ആരായാലും പട്ടി വരണ പോലെ പുറകെ കൂടി വരും. നാണക്കേട് പേടിച്ചു. എങ്ങനെ? എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എങ്ങനെ ഒരു ചീള് കേസ് ഞാൻ ചെയ്യാൻ പോണേ. ടൈമില്ലാതെ പോയി. ഒരൊറ്റ കാര്യം കൊണ്ട് ചെയ്യുവാ. നിങ്ങൾ ചെല്ല്, അവളെ ഇങ്ങ് പൊക്കിക്കൊണ്ടുവാ. സോമ, ഇത്തിരി കലിപ്പ് പിടിച്ചോ. ഈ ബാറ്ററിന്റെ പവർ എന്താണെന്ന് അവളിന്നറിയും. എടി കൊച്ച്, അത് ഈ ഒച്ചപ്പാടൊന്നും വേണ്ട. മര്യാദക്ക് ഒന്ന് ജീപ്പ് കയറിക്കോ. ബാക്കിയുള്ള കാര്യങ്ങൾ അതിനുശേഷം. എന്താ കേട്ടില്ലേ? സാത്താൻ സേവറാണ് വണ്ടിയിൽ. നീ എത്ര ഒച്ച വെച്ചാലും ഞങ്ങൾ കൊണ്ടുപോകും. അത് നിനക്ക് മാനക്കാരാണ്. അപ്പൊ എങ്ങനെ, തന്നെ കയറോ അതോ പൊക്കി കയറ്റണോ? എന്നാ എന്നാ കട്ടപ്പന ഇതെന്നെ മോനെ. വണ്ടി എടുത്ത പോരാളി, തല്ലിപ്പൊളി പാവിനെ പോരാളി. അതെ, എനിക്ക് തോന്നുന്നത് 500 കൊല്ലം മുമ്പ് ഭരിച്ച ഏതോ സുൽത്താൻമാർ ഉപയോഗിച്ച നാണയങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഏതായാലും 500 നില കാണുന്നേ. ഒരു 0 കൂടി കൂട്ടി 5000 തന്നെ. അയ്യോ 5000 ഒന്നും ഇറക്കുമല്ലേക്ക. കുറെ കാശ് കൊടുത്ത് മേടിച്ചാന്നേ. എന്നാ ഒരു കാര്യം ചെയ്യാം, കൊടുക്കുന്ന വീല അങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ പറയരുത്. ഏതായാലും ഷാജും കൂട്ടരുത് വരെ വന്നതല്ലേ, വെറുതെ ആക്കണ്ട. ഒരു വില പറ. അതെ, വില എന്ന് പറയുമ്പോ ഒരു 1,00,000 രൂപ. ആ അതെ. ആ 1 ലക്ഷം കുറച്ച് കൂടുതലാ, അത് നടക്കൂല. എന്ത് പറയാനാ, ഞമ്മക്ക് ഈ പുരാവസ്തു പോലത്തെ പഴയ സാധനങ്ങളോട് കുറച്ച് മുഹബത്ത് കൂടുതലാണ്. എന്തെങ്കിലും ആട്ടെ, ഒരു 0 കൂടി ഇട്ട് 50,000 തന്നേക്കാം. എന്നാ പിന്നെ 2-3 പൂജ്യം കൂടി അങ്ങനെ ഇടുന്നേ. അതെ. പഠിക്കുന്ന കാലത്തെ ഷാജിയേട്ടന് പൂജ്യങ്ങളോട് അഗാധമായ പ്രണയമേ. ആണോ? അതിലെന്താ, 50,000 ഇപ്പൊ തന്നെ 3-4 പൂജ്യം അല്ലേ? 50,000 കുഴപ്പമില്ല. അല്ലയോ? തീർച്ചയായും. കുടിക്കേ. 1500 അല്ല. ശരി എന്നാ നോട്ട് നിരോധിച്ചുകൊണ്ട് ഒരു റിലാക്സേഷൻ ഉണ്ട്. ബാക്കി അച്ഛൻ എന്നാ ചെയ്യും പാപ്പ? അതിന് പാപ്പന്റെ കിഡ്നി വിൽക്കാലോ. അല്ല, ഇവന്റെ കിഡ്നി വിൽക്കാലോ. എന്റെയോ? അതൊക്കെ എപ്പോഴാ പോയാ? ഈ 15,000 രൂപ സാധനത്തിന് ഇയാൾ അതിനകത്ത് 50,000 രൂപ തന്നെ. ഇത് പുരാവസ്തു അല്ലെങ്കിലും സ്വർണ്ണം വല്ലതാണെങ്കിലും നോക്കിയാലോ. ഷാജിയേട്ടാ, അത് പുരാവസ്തു തന്നെ. എനിക്ക് ഉറപ്പാ. ഞാൻ അത്ര ഡീൽ ചെയ്തിട്ടുള്ള പുരാവസ്തു. ആ മണ്ടനെ പറ്റിച്ച് നമ്മൾ കുറച്ച് കാശുണ്ടാക്കി വിചാരിച്ചാൽ മതി. അതെ, ആ പുരാവസ്ഥാനെക്കാട്ടും പഴയതല്ലേ പാപ്പന്റെ വണ്ടി. ഇത് കൊടുത്ത് എന്ത് കിട്ടും? എന്റെ നല്ല ചവിട്ട് കിട്ടും. നടന്നേ, പിള്ളേരെ ഇറക്കാൻ നോക്കാം. എന്നെ നടാവേ. ബാബാ ലോനപ്പാ, ഓല് പോയി കഴിഞ്ഞാൽ നമ്മള് സ്പെഷ്യൽ വണ്ടി ഇറക്കണം. വിട്ടടിച്ച് നമുക്ക് എങ്ങനെയെങ്കിലും കോയമ്പത്തൂർ എത്തണം. അല്ലാ, നോട്ട് നിരോധനം വന്നപ്പോ എല്ലാം കഴിഞ്ഞെന്ന് വിചാരിച്ചാണ് ഈ അബ്ദുള്ള. പടച്ചോനെ, പിന്നെ ഈ പാവപ്പെട്ട കള്ളക്കാരനാണ് ഈ ഭാര്യ കോരി തരണ്ടല്ലോ അനുഗ്രഹം. അല്ലാ.